വൈ ഡു സം പീപ്പിൾ ഹേറ്റ് റിസർവേഷൻ? നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ള ഒന്നാണ് സംവരണ വിരുദ്ധത. സംവരണം എന്നാൽ നീതിയില്ലായ്മയാണെന്ന വാദം. ശരിക്കും ഇവരൊക്കെ എങ്ങനെയാണ് സംവരണ വിരോധികളായി മാറിയത്? അതറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ന് തന്നെ യാത്ര ആരംഭിക്കണം. ജനറൽ കാറ്റഗറിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെ തലയിലേക്കും അവരറിയാതെ തന്നെ സംവരണ വിരുദ്ധത ഫീഡ് ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട്. നമ്മൾ ജനറൽ കാറ്റഗറിയാണ്, നമ്മൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ മെറിറ്റ് വേണം, അതുകൊണ്ട് നന്നായി കഷ്ടപ്പെടണം, നന്നായി പഠിക്കണം. അവർക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് റിസർവേഷൻ കാരണം ജോലിയും അഡ്മിഷനും മികച്ച വരുമാനവും ഉണ്ടാകും. ഇത് കേൾക്കാത്ത എത്ര പേരുണ്ട്? ഒരു സവർണ കുടുംബത്തിൽ ജനിച്ച ബഹുഭൂരിപക്ഷം ആൾക്കാരും തീർച്ചയായും ഇത് കേട്ടിട്ടുണ്ടാകും. ഇവിടെ നിന്നാണ് അവർക്കെല്ലാം കിട്ടും, നമ്മൾ ഉയർന്ന ജാതി ആയതുകൊണ്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ രക്ഷപ്പെടൂ എന്ന ചിന്ത ഉടലെടുക്കുന്നത്. ആ ചിന്ത പടർന്ന് പന്തലിക്കുന്നതാണ് പിന്നീട് വിരുദ്ധതയായി മാറുന്നതും ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടാൻ അവരെ പ്രേരിപ്പിക്കുന്നതും. എന്നാൽ റിസർവേഷൻ എന്തിനാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന വ്യക്തമായ ബോധ്യമുണ്ടെങ്കിലും അതെല്ലാം ഇവരിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെടുകയും ചെയ്യും. പിന്നീട് നമ്മുടെ ഓരോ പരാജയത്തിലും നമ്മൾ പഴിക്കുന്നത് റിസർവേഷനെ ആയിരിക്കും. അഡ്മിഷനിൽ, പരീക്ഷയിൽ, ജോലിയിൽ, എല്ലാത്തിനും നമ്മുടെ പരാജയത്തിന് കാരണം സംവരണമായി മാറും. തനിക്ക് കിട്ടേണ്ട സീറ്റുകൾ അവർക്ക് കൊടുത്തത് കൊണ്ടാണ് താൻ പരാജയപ്പെട്ടതെന്ന ചിന്ത തലയിൽ സ്ഥിര താമസമാകും. എന്തിനേറെ നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യത്തിന് കാരണം പോലും റിസർവേഷനായി മാറും. ഞാനൊരു +1 കാലഘട്ടം വരെ തികഞ്ഞ റിസർവേഷൻ വിരുദ്ധനായിരുന്നു. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യും, വായിച്ചും ചോദിച്ചും മനസ്സിലാക്കിയുമൊക്കെ. ഈ കാലത്ത് അങ്ങനെ അൺലേൺ ചെയ്യാൻ ഒരു പഞ്ഞവുമില്ല. എന്നാൽ ഇതൊക്കെ വായിച്ച് അത് മനസ്സിലാക്കാൻ പലരും തയ്യാറല്ല. വായിച്ച് മനസ്സിലാക്കിയവരാകട്ടെ ജന്മകാലത്ത് അത് അക്സെപ്റ്റ് ചെയ്യുകയുമില്ല. ഇതിനൊപ്പം തന്നെ ഇവിടുത്തെ പല സിനിമകളും സംവരണ വിരുദ്ധത നമ്മുടെ തലയിൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകരമായിട്ടുണ്ട്. നമ്മുടെ സീറ്റല്ല അവർ കൊണ്ടുപോകുന്നത്, നമ്മുടെ സീറ്റ് നമ്മളെക്കാൾ മികച്ച പ്രകടനം നടത്തിയവരാണ് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബേസിക് കോമൺ സെൻസ് പോലും ആരും ഉപയോഗിക്കാൻ തയ്യാറാവുകയുമില്ല. അതിനൊപ്പം ഉടലെടുക്കുന്ന ഒന്നാണ് ജാതി റിസർവേഷൻ അല്ല, സാമ്പത്തിക റിസർവേഷനാണ് വേണ്ടതെന്ന ചിന്തയും. ജാതി റിസർവേഷന്റെ ജോലി ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല എന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ വിരുദ്ധത കാരണം അതവർക്ക് മനസ്സിലാവുകയുമില്ല. എന്നാൽ റിസർവേഷൻ കാരണം ജോലികൾ കിട്ടുന്നില്ല, അഡ്മിഷൻ കിട്ടുന്നില്ല എന്നിവരുടെ മുമ്പിലേക്ക് ഡാറ്റ വെച്ച് ഇപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജനറൽ കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളാണെന്ന് നമ്മൾ തെളിയിച്ചാലും SC/ST വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാം അണ്ടർ റെപ്രസെന്റേറ്റഡ് ആണെന്ന് പറഞ്ഞാലും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ സംവരണ വിരുദ്ധത ഇവരുടെ തലയിലേക്ക് കുട്ടിക്കാലം മുതലേ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ EW സംവരണം വഴി 60,000 റാങ്കുള്ള ഒരാൾക്ക് സർക്കാർ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ റിസർവേഷൻ ചെന്നായി നീതിയാണ് എന്ന് വിളിച്ചുകൊണ്ട് വരാറില്ല.